നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ കണ്ട കെനിയയെക്കുറിച്ചുള്ള 6ാമത്തെ എപ്പിസോഡാണ് ഇത്. എൻ്റെ കെനിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട 5ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ 18-ന് ആയിരുന്നല്ലോ പ്രസിദ്ധീകരിച്ചത്. ഞാൻ നേരിട്ട ചില അപ്രതീക്ഷിത കാരണങ്ങളാലാണ് തുടർന്നുള്ള ഈ എപ്പിസോഡുകളിൽ നിങ്ങൾ എത്തിച്ചേരാൻ താമസം നേരിട്ടത്. നൈറോബിയിൽ നിന്നും നൈവാശയിലെത്തിയ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം മസായി മാറയിലേക്ക് വരുന്ന വഴി ഒരു ഇടത്താവളത്തിൽ വിശ്രമിച്ച ഭാഗമായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിപ്പിച്ചത്. അവിടെ നിന്നും നമ്മുടെ യാത്ര തുടരുന്നു. മസായി മാറയിൽ എത്തുന്നതിന് മുൻപായി നമുക്ക് ചില പ്രധാന പട്ടണങ്ങളുടെയും ചില ഗ്രാമങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന സ്ഥലമാണ് നറോക്ക് എന്ന പ്രദേശത്തോടുകൂടിയാണ് നമ്മൾ ഇപ്പോൾ യാത്ര തുടരുന്നത്. നറോക്ക് ചിലപ്പോൾ നവോങ്ക ടൗൺ എന്നും അറിയപ്പെടുന്ന നൈറോബിയുടെ പടിഞ്ഞാറുള്ള ഒരു പട്ടണമാണ് ഇത് രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗ്രേറ്റ് റിഫ്റ്റ് വാലിയോട് ചേർന്ന് കെനിയയുടെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നു. ആ ടൗണിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നതാണ്. അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നരോക്ക് കൗണ്ടി അല്ലെങ്കിൽ നരോക്ക് ജില്ലയുടെ തലസ്ഥാനമാണ് നരോക്ക്. ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായി ഇത് നിലകൊള്ളുന്നുണ്ട്. നമ്മൾ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതേ ഉള്ളൂ. നരോക്കിൽ, അതായത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് 1,20,00,000 ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇത് 2020 സെൻസസ് അനുസരിച്ചാണ്. നൈറോബിയിൽ നിന്നും മസായി മാര നാഷണൽ പാർക്കിലേക്കും കിക്കോറോക്ക് ലോഡ്ജിലേക്കും റോഡ് മാർഗം സഞ്ചരിക്കുമ്പോൾ നരോക്ക് ടൗൺ അവസാനത്തെ നഗരമാണ്. നരോക്ക് ടൗൺ ബിസിനസ്, ധനകാര്യം എന്നിവ കേന്ദ്രമായി ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. ശതാബ്ദങ്ങളായി നരോക്കിൻ്റെ സമ്പദ് വ്യവസ്ഥ ടൂറിസം, കൃഷി, കന്നുകാലി പരിപാലനം, ഖനനം എന്നിവയിൽ നിന്ന് പ്രയോജനം നേടിയിട്ടുണ്ട്. 30,000 പേരെ ഉൾക്കൊള്ളാവുന്ന ഏറ്റവും വലിയൊരു സ്റ്റേഡിയമായ വില്യം ഓലെ എൽമാൻഡോ സ്റ്റേഡിയം, ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, ഇത് ഈ നരോക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാരം, കൃഷി, കന്നുകാലി വളർത്തൽ, ഖനനം എന്നിവയ്ക്ക് പേരുകേട്ട കെനിയയിലെ ഒരു ജില്ലയാണ് നരോക്ക്. ജില്ലാ തലസ്ഥാനമായ നരോക്ക് ടൗൺ ബിസിനസ്, ഫൈനാൻസ് എന്നീ സേവനങ്ങളുടെ കേന്ദ്രമാണ്. മസായി മാര നാഷണൽ പാർക്കിലേക്കും കിക്കോറോക്ക് ലോഡ്ജിലേക്കും എത്തുന്നതിന് മുമ്പുള്ള അവസാനത്തെ നഗരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. നരോക്കിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിൻ്റെ ഹോർട്ടിക്കൾച്ചർ മേഖലയും മാറ മേഖലയിലെ പഞ്ചസാര വളരുന്ന ബെൽറ്റും വളരെയധികം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. നമ്മൾ അതിൻ്റെ ആസ്ഥാനത്തൂടെയാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നഗരപ്രദേശത്തേക്കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കെനിയയുടെ ഭൂരിഭാഗം ബാർലിയും ഗോതമ്പും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ നരോക്ക് ഫീൽഡിലാണ്. ബീഫ്, പാൽ, ചോളം എന്നിവയുടെ പ്രധാന ഉൽപ്പാദന കേന്ദ്രം കൂടിയാണ് ഇത്. നമ്മൾ ടൗൺ എത്തിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 1,20,00,000 ഒതുങ്ങി നിൽക്കുന്നു. ഭൂരിഭാഗം മസായി പ്രദേശത്തെ തദ്ദേശീയരും നരോക്കിനെ എൻകരേ നരോക്ക് ആയി കണക്കാക്കുന്നവരുമാണ്. അതായത് പ്രാചീനമായിട്ടുള്ള സംസ്കാരങ്ങൾ ഇന്നും ഉൾക്കൊള്ളുന്നവരും അത് പരിപാലിക്കുന്നവരുമാണ് ഇവിടെ കഴിയുന്ന മുഖ്യ പങ്കവും. കെനിയയിലെ പ്രധാന ഗോത്രങ്ങളിൽ ഒന്നാണ് മസായി. പ്രധാനമായും രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ടാൻസാനിയയുടെ അതിർത്തി ചിതറിക്കിടക്കുന്നു. പല മസായികളും പലപ്പോഴും നാടോടി ജീവിതമാണ് നയിക്കുന്നത്. അവർ അവരുടെ നാട്ടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനങ്ങൾ ടൗൺ പ്രദേശത്ത് കൊണ്ടുവരികയും തദ്ദേശീയമായി അത് വിറ്റഴിച്ച് പണമാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അവരവരുടെ കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് തക്കാളി, പച്ചക്കറികൾ, മറ്റു പല ഉൽപ്പന്നങ്ങളും ഈ മസായിയുടെ ഈ പ്രദേശത്ത് നരോക്കിൻ്റെ ടൗണിൽ കൊണ്ടുവരികയും അവിടെ വിൽക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഉടനീളം, അതായത് കെനിയയുടെ പല ഭാഗങ്ങളിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാവുന്നതാണ്. ഉൾപ്രദേശങ്ങൾ കടന്നു നമ്മൾ ടൗൺ പ്രദേശങ്ങൾ മറികടന്ന് നമ്മൾ ഉൾപ്രദേശത്തേക്ക് കടന്നു കഴിഞ്ഞു. ഇവിടുത്തെ കാര്യങ്ങളാണ് വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നൈവാഷയിൽ നിന്നും മസായി മാറയിലേക്കുള്ള യാത്രയിലെ 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്കത് 3ാം ഘട്ടമാണെന്നും പറയാം. കാരണം ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചിരുന്നല്ലോ. അതിനുശേഷം നറോക്ക് പട്ടണം, ആ ജില്ലയും കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് തലേക്ക് എന്ന ഗ്രാമപ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കെനിയയിലെ തലേക്കിലെ ഗ്രാമീണരുടെ കൗതുകകരമായ ജീവിതശൈലിയിലേക്ക് നമുക്ക് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ പലതും നമുക്ക് വിചിത്രമായി തോന്നിയേക്കാം. എങ്കിലും അതിൽ അത്ഭുതകരവും ശ്രദ്ധേയവുമായി വളരെ ഇഷ്ടപ്പെട്ടതുമായ ഒരു കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ എത്തിക്കുന്നത്. സ്റ്റീവ് എൽക്കൺ എന്ന് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷി മൃഗ സ്നേഹിയായിരുന്നു അദ്ദേഹം. ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും മറ്റും
പല BBC ചാനലുകളും അല്ലെങ്കിൽ ഡിസ്കവറി ചാനലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല മുൻപ്. എന്നാൽ മറ്റൊരു സ്റ്റീവിനെ കുറിച്ച് ഈ ഗ്രാമത്തിന് പറയാനുണ്ട്, ഒരു കഥ പറയാനുണ്ട്. മസായി ഗേഡ് സ്റ്റീവ് എൽക്ക് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മസായി മാരയിലെ തലേ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം. തലേ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ സാംസ്കാരിക അഭിമാനവും പ്രതിരോധ ശേഷിയും ഭൂമിയുമായുള്ള ആഴത്തിലുള്ള ബന്ധവുമാണ്. കുട്ടിക്കാലത്ത് സ്റ്റീവ് പശുക്കളെ മേയ്ക്കുകയും ചുറ്റുമുള്ള വന്യജീവികളെ നിരീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ മസായി അല്ലാത്ത ടൂർ ഗൈഡുകൾ തൻ്റെ ഗോത്രത്തിൻ്റെ വർണ്ണാഭമായ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് മസായി ആയി നടിച്ചപ്പോൾ അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. പുറത്തു നിന്നുള്ളവർ തൻ്റെ സംസ്കാരത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് അസഹ്യമായി തോന്നി. തൻ്റെ പൂർവിക ഭൂമിയുടെ സംരക്ഷകനെന്ന നിലയിൽ ഉത്തരവാദ ബോധത്താൽ നയിക്കപ്പെട്ട സ്റ്റീവ് ഒരു മസായി അംബാസഡറാകാൻ തന്നെ തീരുമാനിച്ചു. മറായിലെ ടൂറിസത്തിൽ പ്രവർത്തിക്കാൻ മസായി ആദിവാസി അംഗങ്ങളെ അദ്ദേഹം പ്രാപ്തരാക്കുന്ന ബേസ് ക്യാമ്പ് എക്സ്പ്ലോറേഴ്സിന്റെ പദ്ധതിയായ കൊയാക്കി ഗൈഡിംഗ് സ്കൂൾ സ്ഥാപിച്ചു. മുൾപടർപ്പുകളിൽ ചെലവഴിച്ച് ജീവിതത്തിലൂടെ നേടിയെടുത്ത പ്രദേശത്തെക്കുറിച്ചുള്ള അവൻ്റെ അറിവ് അവനെ തികച്ചും വ്യത്യസ്തനാക്കുന്നു. അതായത് സ്റ്റീഫിനെ നമ്മുടെ ഈ പ്രദേശത്ത് സ്റ്റീഫിന്റെ ജന്മസ്ഥലമായ പ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ കന്നുകാലി വളർത്തലും മറ്റുമാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ജീവിത മാർഗങ്ങൾ ഒന്ന്. സ്റ്റീവ് വന്യജീവികളെ അടുത്ത് കണ്ടുമുട്ടുകയും നിരീക്ഷണത്തിലൂടെ അവയുടെ പെരുമാറ്റം പഠിക്കുകയും അതിജീവന കഴിവുകൾ വികസിപ്പിക്കുകയും ചെയ്തു. സിംഹങ്ങൾ, പുലികൾ, ചീറ്റകൾ, ആനകൾ, എരുമകൾ എന്നിവയ്ക്ക് ഒരു രഹസ്യവും ഇല്ല എന്നാണ് സ്റ്റീവിന്റെ അഭിപ്രായം. നമ്മൾ എത്രത്തോളം അതിനെ സ്നേഹിക്കുന്നു അതിൻ്റെ ഇരട്ടി അത് നമ്മളെ സ്നേഹിക്കും എന്നാണ് സ്റ്റീവ് മനസ്സിലാക്കിയത്. പ്രകൃതിശാസ്ത്രത്തിനായും പിന്നീട് ഒരു വഴികാട്ടിയായും സ്റ്റീവ് ഈ അറിവിന്റെ സമ്പത്ത് സന്ദർശകർക്ക് പങ്കിട്ടുകൊടുത്തു. മസായി മാര നാഷണൽ റിസർവേയിലും അടുത്തുള്ള നബോയിഷ കൺസർവേഷനിലും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിലുള്ള ഓരോ നിമിഷവും മാന്ത്രികമാണ്. ഈ മൃഗങ്ങളെ എണ്ണമറ്റ തവണ അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അത്ഭുതത്തിന് ഒരു കുറവും സംഭവിക്കില്ല. ഓരോ കാഴ്ചയിലും യഥാർത്ഥ ആവേശം ഉണരുന്നു. കൊള്ളാം, അയ്യോ ദൈവമേ, അത് തൻ്റെ ആദ്യത്തെ കണ്ടുമുട്ടൽ പോലെയാണ് അദ്ദേഹം ഓരോ കണ്ടുമുട്ടലിനും പ്രതികരിക്കുന്നത്. സ്റ്റീവ് എൻകുങ് മസായിമാരുടെ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്നു, സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്നു, സാംസ്കാരിക ബന്ധങ്ങളെ ഉൾക്കൊള്ളുന്നു. സഞ്ചാരികളെ ഈ ശ്രദ്ധേയമായ ഭൂമിയിലേക്ക് കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടുത്താനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഈ സ്റ്റീവ് എൻകുങ് എന്ന് പറഞ്ഞ വ്യക്തി ഈ ഗ്രാമപ്രദേശർക്ക് ദൈവത്തിന് തുല്യമായിട്ടാണ് അവർ അദ്ദേഹത്തെ കാണുന്നത്. കാരണം ഇവരിൽ പലരിലും ഒളിഞ്ഞു കിടന്ന കഴിവുകളെല്ലാം വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന കഴിവുകൾ പ്രശംസനീയം തന്നെ. നമ്മളുടെ യാത്ര തുടരുന്നു. അടുത്ത ഒരു ഗ്രാമപ്രദേശമായ സെക്കനാനി എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത്. മസായി മാര നാഷണൽ റിസർവിന്റെ കിഴക്കൻ അതിർത്തിയിൽ വിശാലമായ സേവന സമതലങ്ങൾക്കിടയിലാണ് സെക്കനാനി ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ടൂറിസ്റ്റുകൾക്ക് താമസിക്കുവാനും മസായി മാര സന്ദർശിക്കാൻ വരുന്ന വിദേശ ടൂറിസ്റ്റുകൾക്കും വിനോദസഞ്ചാരികൾക്കും താമസിക്കാൻ വേണ്ടുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സ്ഥലമാണ് ഇത്. നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞ ഗ്രാമവും നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രാമവും കംപ്ലീറ്റ്ലി, അതായത് മുഴുവനായും റഫ് റോഡാണ് പ്രദാനം ചെയ്യുന്നത്. നമുക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ 4 വീൽ ഡ്രൈവ് ജീപ്പുകൾ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതിലൂടെ ഉള്ള ഈ യാത്ര ഈ ഒരു ത്രില്ല് തന്നെയായിരുന്നു. ഓരോ ജീപ്പിലും ഞങ്ങൾ 5 പേരടങ്ങുന്ന സംഘമായിരുന്നുവല്ലോ യാത്ര ചെയ്തിരുന്നത്. ഇതിൽ പിടിച്ചിരിക്കുക എന്നത് തന്നെ ശ്രമകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. എങ്കിൽ കൂടി ഞാൻ ഈ യാത്ര കൂടുതൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള സീനുകളും മറ്റും കാണുകയും ചിത്രീകരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ സന്ധ്യയോട് അടുത്ത് കഴിഞ്ഞു. ഏകദേശം നമ്മുടെ ക്യാമ്പിലേക്ക് എത്താറായി എന്ന് തോന്നുന്നു. അതെ, നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ ക്യാമ്പിലാണ് നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് താമസിക്കാനുള്ള ക്യാമ്പിലാണ് നമ്മളിപ്പോൾ എത്തിയത്. ഏകദേശം 2 ദിവസം നമുക്കിവിടെ ക്യാമ്പിൽ താമസിക്കേണ്ടി വരും. വിചിത്രങ്ങളായ പല കാഴ്ചകളും നമുക്കിവിടെ കാണാനുണ്ട്. എങ്കിലും ഇന്നത്തെ യാത്രയുടെ അവസാന ഭാഗം, അതായത് ജംബോ മാര സഫാരി ലോഡ്ജിലാണ് നമ്മളിന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 ദിവസം കാണും. നാളെ രാവിലെ നമ്മൾ മസായി മാരയിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കാം. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ ലോഡ്ജിൻ്റെ അധികാരികൾപ്പെട്ട ഓരോരുത്തർ, വളരെയധികം സ്റ്റാഫുകൾ വന്ന് ഓരോ യാത്രക്കാരെയും സ്വീകരിക്കുന്നുണ്ട്. അവരവരുടെ ബാഗേജുകൾ ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവർ റിസപ്ഷനിൽ കൊണ്ടുപോയി നമ്മുടെ
രജിസ്ട്രേഷനും മറ്റു ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂമുകളിൽ നമ്മൾ എത്തിച്ചേരും. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന രീതി. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ഇവിടുത്തെ ജീവനക്കാരെ കുറിച്ചാണ്. 6 അടിയിൽ പൊക്കത്തിൽ കുറഞ്ഞുള്ള ഒരു ജീവനക്കാരനെയും എനിക്കിവിടെ കാണാൻ സാധിച്ചില്ല. നീണ്ടു നിവർന്ന് നിൽക്കുന്ന 6 അടി പൊക്കമുണ്ട് മിക്കവാറും എല്ലാവർക്കും. ചിലർ അതിൽ അധികം പൊക്കമുള്ളവരുമാണ്. ഇവരുടെ ദേശീയ വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത്. പുതപ്പ് പോലൊരു വസ്തു എടുത്ത് അവർ ചൂടിയിട്ടുണ്ട്. തണുപ്പാണ് ഇവിടെ കൂടുതലും സമയങ്ങളിൽ ഉള്ളത്. അത് നേരിടാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ അത്. അല്ലെങ്കിൽ തന്നെ അവർ പരമ്പരാഗതമായ ഡ്രസ്സിലും ഈ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരുന്നുണ്ട്. റിസപ്ഷനിലാണ് ഇത് കാണുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഗൈഡ് എല്ലാ വിശദീകരണം തന്നു. ഈ ലോഡ്ജിൽ താമസിക്കുന്ന രീതികളും മറ്റു കാര്യങ്ങളുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. രസകരവും അത്ഭുതം നിറഞ്ഞ അടുത്ത കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.